ബീറ്റ്റൂട്ടിന് മധുരം യൂഷ്വലി ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ലതാണ്. ഇത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ടിത് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിച്ചുകൊണ്ട് വന്നതാണേ. ഇതേ വേവിക്കാനേ 15 മിനിറ്റ് കുതിർത്തിട്ടിട്ട് ചുമ്മാ വേവിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകുണ്ട്. അതിലേക്ക് ഗാർലിക്, പച്ചമുളക് എരി അനുസരിച്ചിടണം. സവാള ഒരു ചെറുത്, കുഞ്ഞുള്ളി 4-5 ഇടാമേ. കറിവേപ്പില ഒരു തണ്ടുണ്ട്. ഇതിലേക്ക് ബീറ്റ്റൂട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അടച്ച് വയ്ക്കാൻ പോവാണേ. അടച്ച് മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞു. ബീറ്റ്റൂട്ട് എളുപ്പം വേവും. 1 മിനിറ്റും കൂടെ. അപ്പോൾ നോക്കാം. ഇത് ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. തീ കുറച്ച് വെച്ച് ചെയ്യണേ. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ടു. അതിലോട്ട് വേവിച്ച് വെച്ച പരിപ്പ്. ഇത് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ബീറ്റ്റൂട്ടിന് മധുരം യൂഷ്വലി ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ലതാണ്. എന്നിട്ട് ഞാനിതെന്താ ചെയ്യാൻ പോച്ചാൽ ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെക്കാം. അടുപ്പിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, അഥവാ നിങ്ങൾക്ക് വെള്ളം തീരെ ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണേ, കരിഞ്ഞു പോകരുത്. 2 മിനിറ്റ് ചെറിയ തീയിൽ സ്റ്റവ് ഓഫ് ചെയ്തു. നല്ല ടേസ്റ്റിയായും ഹെൽത്തിയും ഒക്കെ ആയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് മൂങ് ദാൽ തോരൻ. അതിൻ്റെ കൂടെ ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കാൻ, ചോറിനും ബെസ്റ്റാണ്. ബീറ്റ്റൂട്ടിൻ്റെ മധുരം ഉണ്ടെങ്കിലും അതറിയുന്നില്ല. കാര്യം പരിപ്പിൻ്റെ നട്ടി ഫ്ലേവറൊക്കെ കിട്ടുന്നതുകൊണ്ട് സൂപ്പർ ഒരു തോരന. ചെയ്ത് നോക്കിക്കോളൂ.